വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളറിലെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു മൈക്രോ കൺട്രോളർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, അതിനകത്ത് നമ്മുടെ മൈക്രോ കൺട്രോളറിലെ അതായത് ടി മോഡും ടി കോൺ രജിസ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ ടി മോഡ് രജിസ്റ്ററും ടി കോൺ രജിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതുകൂടാതെ എന്താണ് അരിത്തമെറ്റിക്കൽ ആൻഡ് ALP ഒരു പ്രോഗ്രാം, കാരണം നമുക്കറിയാം എന്താണ് ഏതൊരു ഇപ്പോൾ മൈക്രോ പ്രൊസസ്സർ മൈക്രോ കൺട്രോളർ എടുത്താലും മൈക്രോ പ്രൊസസ്സർ റിലേറ്റഡ് ആയിട്ടും നമുക്ക് എന്താണ് പ്രോബ്ലംസ് വരാറുണ്ട്. അതുപോലെ എന്താണ് മൈക്രോ കൺട്രോളർ റിലേറ്റഡ് ആയിട്ടും എന്താണ് പ്രോഗ്രാംസ് ചോദിക്കാറുണ്ട്. കൂടാതെ എന്താണ് നമ്മൾ മൈക്രോ കൺട്രോളർ പഠിക്കുമ്പോൾ അതിൻ്റെ എന്താണ് ആർക്കിടെക്ചർ കൂടി പഠിച്ചു പോകണം കേട്ടോ. പിന്നെ എന്താണ് അഡ്രസ്സിംഗ് മോഡ് ഇൻ 8051 ഒരു മൈക്രോ കൺട്രോളറിൻ്റെ അഡ്രസ്സിംഗ് മോഡ്സ് ആണ് അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതുകൂടാതെ എന്താണ് ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനൊക്കെ എപ്പോഴും എന്താണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നന്നായി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ഇതിൽ ഡിസ്കസ് ചെയ്ത് തരുന്നുള്ളൂ. അതെന്തായാലും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ടൈമർ മോഡ് കൺട്രോൾ രജിസ്റ്റർ എന്താണ്? ടി മോഡ് എന്ന് പറഞ്ഞാൽ എന്താണത്? ടൈമർ മോഡ് കൺട്രോൾ രജിസ്റ്ററിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ടു സെലക്ട് ദ ഓപ്പറേറ്റിംഗ് മോഡ് ആൻഡ് ദ ടൈമർ ഓർ കൗണ്ടർ ഓപ്പറേഷൻ ഓഫ് ദ ടൈമേഴ്സ് അല്ലേ. ടൈമേഴ്സിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കിയേ, സെലക്ട് ദ ഓപ്പറേഷൻ മോഡ് അല്ലേ, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ മോഡ് സെലക്ട് ചെയ്യാൻ എന്തിൻ്റെ ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ ഓപ്പറേഷൻ ഓഫ് ദി ടൈമേഴ്സ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ടി മോഡ് അതായത് ടൈമർ മോഡ് കൺട്രോൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നോക്കിയേ, ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കണം, നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ടൈമർ മോഡിൻ്റെ എന്താണ് ഫോർമാറ്റ് നോക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം ഗേറ്റ് ഉണ്ട് അല്ലേ, പിന്നെ C/T, പിന്നെ എന്താ ഉള്ളത് M1 M0, വീണ്ടും എന്താണ് ടൈമർ 0ൽ ഗേറ്റ് C/T M1 M0. അപ്പോൾ LSBയും ഉണ്ട്, അതുപോലെ MSBയും ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ലോജിക്കൽ ഗേറ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് 0 0 0 1 1 0 1 1 അതായത് മോഡ് ഓപ്പറേഷൻസ്. ഇപ്പോൾ മോഡ് 0ൽ മോഡ് 1ഉം മോഡ് 0യും എന്താണ് 0 0 ആണെങ്കിൽ അത് ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? ഒരു 16-bit ഓട്ടോ റീലോഡ് ടൈമർ ഓർ കൗണ്ടർ ഓപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത്. 0 1 ആണെങ്കിൽ എന്താണ് അഗെയിൻ എന്താണ് 16-bit നോൺ ഓട്ടോ റീലോഡ് ടൈമർ ഓർ കൗണ്ടറാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ 1 0 ആകുമ്പോൾ എന്താണ് 8-bit ഓട്ടോ റീലോഡ് ടൈമർ ഓർ കൗണ്ടറാണ്. 1 1 ആകുമ്പോൾ എന്താണ് ഡ്യുവൽ 8-bit ടൈമർ മോഡ് അല്ലെങ്കിൽ ടൈമർ 0 ഓൺലി. ആ ഒരു കാര്യം ഓപ്പറേഷൻസും കാര്യങ്ങളും നന്നായി നോക്കുക കേട്ടോ. അപ്പോൾ ഓരോ മോഡിൻ്റെയും അപ്പോൾ നമ്മൾ എന്താണ് ഗേറ്റ് C/T അല്ലേ, അത് ഗേറ്റും ഉണ്ട്, അതുപോലെ എന്താണ് C/Tയും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് മോഡ് ഓപ്പറേഷൻ എടുക്കുമ്പോൾ ടൈമർ 0ൻ്റെ കേസിൽ ആയിക്കോട്ടെ ടൈമർ 1ലാണെങ്കിലും എന്താണ് M0 M1 ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നും അപ്പോൾ 0 0 ആണെങ്കിൽ എന്താണ് 16-bit ഓട്ടോ റീലോഡ് ടൈമർ ഓർ കൗണ്ടർ ഓപ്പറേഷൻസ് ആണ് അവിടെ നടത്തുന്നത്. 0 1 ആണെങ്കിൽ അതെന്താണ് 16-bit നോൺ ഓട്ടോ റീലോഡ് ടൈമർ ഓർ കൗണ്ടർ ആണ്. 1 0 ആണെങ്കിൽ അതെന്താണ് 8-bit ഓട്ടോ റീലോഡ് ടൈമർ ഓർ കൗണ്ടർ ആയിരിക്കും. 1 1 ആണെങ്കിൽ അതെന്താണ് ഡ്യുവൽ 8-bit ടൈമർ മോഡ് അതായത് ടൈമർ 0 ഓൺലി. അതാണ് അതിൻ്റെ ഒരു മോഡ് ഓപ്പറേഷൻ വരുന്നത്. അടുത്തത് എന്താണ് ഗേറ്റ് അല്ലേ. ഗേറ്റ് കൺട്രോൾ വിത്ത് സെറ്റ് അതായത് ടൈമർ ഓർ കൗണ്ടർ N ഈസ് എനേബിൾ വെൻ INT ഇൻ പിൻ ഈസ് ഹൈ ആൻഡ് TRN control bit is set. When clear timer N is enabled when TRN control bit is set. അപ്പോൾ ആ ഗേറ്റ് കൺട്രോളുടെ സെറ്റും റീസെറ്റും ആവുന്നത്. അതുപോലെ C/T അതായത് ടൈമർ ഓർ കൗണ്ടർ സെലക്ടർ ക്ലിയർഡ് ഓർ ടൈമർ ഓപ്പറേഷൻ അതായത് ഇൻപുട്ട് ഫ്രം ഇൻറ്റേർണൽ സിസ്റ്റം ക്ലോക്കിലേക്ക്. അതെന്താണ് സെറ്റ് ഫോർ കൗണ്ടർ ഓപ്പറേഷൻ ഇൻപുട്ട് ഫ്രം TN ഇൻപുട്ട് പിന്നാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും എന്താണ് ആ ഫോർമാറ്റിലെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ടി മോഡ് രജിസ്റ്റർ ടൈമർ മോഡ് കൺട്രോൾ രജിസ്റ്ററിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ LSBയും MSBയും ഉണ്ട്. M0 M1 C/T ഗേറ്റും അതുപോലെ ഇവിടെയും എന്താണ് M0 M1 C/T ഗേറ്റ്. അതുകൊണ്ട് ഫങ്ഷൻസ് നോക്കി പോകണം കേട്ടോ. അടുത്തത് നോക്കിയത് ലോവർ 4-bit ഓഫ് ടി മോഡ് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു. എന്തിനാണ് ആ ലോവർ
4 ബിറ്റ് ടി മോഡ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ടൈമർ 0 ആൻഡ് അപ്പർ 4 ബിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് കൺട്രോൾ ദ ടൈമർ 1നെ കൺട്രോൾ ചെയ്യാനും കൂടിയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ എന്താണ് ടു ടൈമേഴ്സ് ക്യാൻ ബി ഇൻഡിപെൻഡൻ്റ്ലി പ്രോഗ്രാം ടു ഓപ്പറേറ്റ് ഇൻ വേരിയസ് മോഡൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒക്കെ പോയിന്റ് ബൈ പോയിന്റ് ആണ് ഓരോന്നും നമ്മൾ നോക്കണം കേട്ടോ. അതുകൂടാതെ എന്താണ് ദ ടി മോഡ് രജിസ്റ്റർ ഹാസ് ടു സെപ്പറേറ്റ് 2-bit field M0 M1 to program the operating mode of timer. The operating mode of timers are mode 0, mode 1, mode 2, mode 3 ആണ്. In all these operation mode the oscillator clock is divided into 2 and applied as input clock to time ആണ്. അപ്പോൾ ടി മോഡ് രജിസ്റ്ററിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് ടി മോഡ് രജിസ്റ്റർ, അതിനകത്ത് ഉണ്ടാവുന്ന ലോവർ ടൈമർ 0 കൺട്രോൾ ചെയ്യുന്നത് എന്തിനാണ്, അതുപോലെ ടൈമർ 1നെ, പിന്നെ എന്താണ് M0 M1, അതുപോലെ C/T ഗേറ്റിൻ്റെ ഒക്കെ ഓപ്പറേഷൻസ് എന്താണെന്നൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്ത എന്താണ് ടൈമർ കൺട്രോൾ രജിസ്റ്റർ അല്ലേ. ടൈമർ കൺട്രോൾ രജിസ്റ്റർ എന്താണ് ഒരു 8-bit ആണ് അല്ലേ. അതിൽ നോക്കിയേ IT1, IE0, IT1, IE1, ITRO, ITFO, IR1, TF1 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻറപ്റ്റ് 0 ആകുമ്പോൾ ടൈപ്പ് കൺട്രോൾ ബിറ്റ് ആണ്, ഇൻറപ്റ്റ് 0 ആകുമ്പോൾ എഡ്ജ് ഫ്ലാഗ് ആണ്. അടുത്ത നോക്കിയാൽ ഇൻറപ്റ്റ് 1 എടുക്കുമ്പോൾ ടൈപ്പ് കൺട്രോൾ ബിറ്റ് തന്നെയാണ്, വീണ്ടും എന്താണ് എഡ്ജ് ഫ്ലാഗ് ആണ്. ഇവിടെ ടൈമർ 1 ആണെങ്കിൽ അത് ഓവർഫ്ലോ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടില്ലേ. അതുപോലെ ടൈമർ 1 ആണെങ്കിൽ റൺ കൺട്രോൾ ബിറ്റ് ആണ്, ടൈമർ 0 ആകുമ്പോൾ ഓവർഫ്ലോ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി മനസ്സിലാക്കാൻ പറ്റും. ടികോണിൻ്റെ ആ ഒരു ഫോർമാറ്റ് കൂടി നന്നായി നോക്കി വയ്ക്കണം, അതായത് ടൈമർ കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ ടികോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ടികോൺ രജിസ്റ്റർ ഹാസ് എത്രയാണ് 1-bit ഫ്ലാഗ് ആണ്, ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്താണ് ഇറ്റ്സ് 1-bit ഫ്ലാഗ് ഓർത്ത് വയ്ക്കേണ്ടത്. TF ഫോർ ഈച്ച് ടൈമർ ടു ഇൻഡിക്കേറ്റ് ദ ടൈമർ ഓവർഫ്ലോ ഓർ എൻഡിങ് ദ ടൈമിംഗ്. അപ്പോൾ എന്താണ് ഓവർഫ്ലോ ആണെങ്കിൽ എന്താണ് TF ഫ്ലാഗ് എന്തായും സെറ്റ് ടു 1 ആകും. അതുകൂടാതെ എന്താണ് ഇൻറപ്റ്റ് സിഗ്നൽ അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ആസ് ആൻ ഇൻറപ്റ്റ് സിഗ്നൽ ടു ഇനീഷ്യേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എ സബ് റൊട്ടീൻ ആണ്. ഇൻറപ്റ്റ് സിഗ്നൽ ടു ഇനീഷ്യേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് സബ് റൊട്ടീൻ. അതുപോലെ എന്താണ് വെൻ ദ കൺട്രോളർ അല്ലേ, വെൻ ദ കൺട്രോളർ എന്താ ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്ത് സബ് റൊട്ടീൻ ആണെങ്കിൽ ദ TF ഫ്ലാഗിന് എന്ത് സംഭവിക്കും, അത് ക്ലിയർഡ് ആകും. ഓർത്ത് വയ്ക്കുക ഓരോന്നിൻ്റെയും, അതിൽ ഓരോ കേസുകളുമാണ് പറയുന്നത്. അതുകൂടാതെ എന്താണ് TR-bit എന്തിനാണ് നമ്മൾ TR, ഇപ്പോൾ TF നമുക്ക് മനസ്സിലായി അല്ലേ. ടൈമർ എന്തിനാണ് TF ബിറ്റ് യൂസ് ചെയ്യുന്നത്, ടൈമർ ഓവർഫ്ലോ ചെയ്യാണോ അതുപോലെ എൻഡ് ആണോ, ടൈമിംഗ് എൻഡ് ചെയ്യാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് TF ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓവർഫ്ലോ ആണെങ്കിൽ അതെന്താണ് സെറ്റ് ആവും അല്ലേ. അതുകൂടാതെ എന്താണ് ഇൻറപ്റ്റ് സിഗ്നൽ ഇനീഷ്യേറ്റ് അല്ലെങ്കിൽ എന്താണ് സബ് റൊട്ടീൻ, എക്സിക്യൂഷൻ ഓഫ് എ സബ് റൊട്ടീൻ ആണ്. അതുപോലെ അടുത്ത എന്താണ് നമ്മൾ ചെയ്യുന്നത് TR എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ദ ടൈമർ കൗണ്ടർ. എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ദ ടൈമർ കൗണ്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 1 ആകുമ്പോൾ എന്താണ് അത് സ്റ്റാർട്ട് കൗണ്ടിങ് അല്ലേ, ആൻഡ് കണ്ടിന്യൂ ദ കൗണ്ടിങ് ലോങ് TR-bit ഈസ് 1 വരെ അതെന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. അതുപോലെ ടൈമർ ഓർ കൗണ്ടർ വിൽ സ്റ്റോപ്പ് കൗണ്ടിങ് എപ്പോഴാണ് TR-bit അത് ക്ലിയർ ടു 0 ആകുമ്പോഴാണ് അത് നടക്കുന്നത്. സോ എ വാലിഡ് എക്സ്റ്റേണൽ ഇൻറപ്റ്റ് സിഗ്നൽ ഈസ് ഡിറ്റക്റ്റഡ് ടു, അടുത്ത എന്താണ് IE ഫ്ലാഗ്, interrupt enable flag അല്ലേ, അത് സെറ്റ് ടു 1 ആകുമ്പോൾ പിന്നെ കൺട്രോളർ അക്സെപ്റ്റ് ദ എക്സ്റ്റേണൽ ഇൻറപ്റ്റ് ആൻഡ് സ്റ്റാർട്ട് പ്രോസസ് എന്നെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളർ അക്സെപ്റ്റ് ചെയ്യുകയാണ്, എക്സ്റ്റേണൽ ഇൻറപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, IE ഫ്ലാഗിനെ അത് 0 ആക്കി മാറ്റി വയ്ക്കും, ക്ലിയർ ടു 0. ഓക്കെ, ഇനി IT = 1 ആണെങ്കിൽ വെൻ റെക്കഗ്നൈസിങ് ഫോളിംഗ് എഡ്ജ് ട്രിഗർ എക്സ്റ്റേണൽ ഇൻറപ്റ്റ് ആൻഡ് IT = 0 ആണെങ്കിൽ എന്താണ് ലോജിക് ലോ ലെവൽ എക്സ്റ്റേണൽ ഇൻറപ്റ്റ് ആണെന്നാണ്. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, നമ്മൾ എന്താണ് നമ്മുടെ എന്താ പഠിച്ചത്, നമ്മുടെ ഈ ടികോൺ അല്ലേ, ടികോൺ ടൈമറിൻ്റെ IT0, IE0, IT1, IE1, TR0, TF0, TR1, TF1 ഇല്ലേ, അതിൻ്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് എന്താ ചെയ്യുന്നത്, ആ ടൈമർ വരുമ്പോൾ അതെന്താണ്, ടൈമർ ഓവർഫ്ലോ ആണോ, ടൈമിംഗ് എൻഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ടൈമർ ഓർ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ളത് വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ ഇൻറപ്റ്റ് സിഗ്നൽ ഡിറ്റക്ട് ചെയ്യുമ്പോൾ IE ഫ്ലാഗ് എന്താ ചെയ്യുന്നത്, അത്
അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ ഫ്ലാഗിന് എന്ത് സംഭവിക്കുന്നു. അതുപോലെ IT ഫ്ലാഗ് വന്നിട്ട് 1 ആവുമ്പോൾ അതെന്ത് എന്താ സംഭവിക്കുന്നത്, അവിടെ ഫാളിംഗ് എഡ്ജ് ട്രിഗറിങ് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. IT = 0 എന്നാവുമ്പോൾ എന്താണ്, ലോജിക് ലോ ലെവൽ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ആണ് വരുന്നത് എന്നുള്ള കേസുകളൊക്കെയാണ് നോക്കി പോകേണ്ടത്. ഓക്കെ, ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നുള്ള കേസുകളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈസിയായി മനസ്സിലായിട്ടില്ലേ എന്താണ് ഒരു TCON രജിസ്റ്ററും അതുപോലെ എന്താണ് TMOD രജിസ്റ്ററും എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ പ്രോഗ്രാമിംഗ് ആണ് ചെയ്യാൻ പോണത് അല്ലേ. അതായത് നമ്പർ ദാറ്റ് റാമിൽ സ്റ്റോർ ചെയ്യണം, അതിന് ലൊക്കേഷൻ തന്നിട്ടുണ്ട് 40, 43H അതുപോലെ 50, 53Hലേക്ക് നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം നിങ്ങൾക്ക് എഴുതാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. ആദ്യം മൂവ് ഇനീഷ്യേറ്റ് ചെയ്തു അല്ലേ, 14H to എന്നാണ് 43H വരെയാണ് അതിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ അതിനൊരു അഡ്രസ്സും കൊടുത്തു. അതായത് മൂവ് 40H അതിന് കൊടുത്തുള്ളത് 23, അതുപോലെ മൂവ് 41Hന് 50, അതുപോലെ മൂവ് 42Hന് 60, മൂവ് 43Hന് 70 എന്ന് ചെയ്തു അല്ലേ. അടുത്തതും അതുപോലെ തന്നെ എന്താണ്, വീണ്ടും ഒരു അഡ്രസ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തമ്മിൽ 2 എണ്ണം ഉണ്ട്. അതായത് 40 to 43യും 50 to 53. അപ്പോൾ നമ്മൾ എന്താ അതാദ്യം ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാണുന്നില്ലേ, ഇനീഷ്യേറ്റ് ചെയ്തു. അത് അതിനൊക്കെ ഓരോ ഇതും കൊടുത്തു. ഇനി അടുത്തത് എന്താണ്, മൂവ് R0#14H എന്ന് പറയുമ്പോൾ പോയിന്റർ ഓഫ് ബാങ്ക് 0ലേക്ക് പോകുന്നു. അതുപോലെ മൂവ് R1#16H എന്ന് പറഞ്ഞാൽ എന്താണ്, റിസൾട്ട് സ്റ്റോറേജ് ടു ബാങ്ക് ആണ്. അതുപോലെ R2#4 പറഞ്ഞാൽ അത് കൗണ്ടറിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ക്ലിയർ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം നോക്കുക. ഞാൻ ക്വസ്റ്റ്യനിൽ പ്രോഗ്രാം തന്നപ്പോൾ ജസ്റ്റ് എന്താണ് പ്രോഗ്രാം എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. റിപ്പീറ്റ് ചെയ്യുക, ആ പ്രോഗ്രാം എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ആ ഒരു റാം ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് ആ പ്രോഗ്രാം നോക്കി പോവുക. ജസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്ന പ്രോഗ്രാം, കാരണം അത് 2-3 തവണ അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു പ്രോഗ്രാം ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് നമ്മൾ എന്താണ്, നമ്മുടെ അഡ്രസ്സിങ് 8051ൻ്റെ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുണ്ടായിരുന്നത്, അഡ്രസ്സിങ് മോഡ്സുകളാണ് അല്ലേ. അതായത് എന്തിനാണ് നമ്മളിപ്പോൾ അഡ്രസ്സിങ് മോഡ് ചെയ്യുന്നത്, ഒരു സ്പെസിഫൈ ചെയ്യുക ഡേറ്റയും അതുപോലെ അതിൻ്റെ ഓപ്പറേറ്റർ ഇൻസ്ട്രക്ഷനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു സ്വന്തമായ ഒരു അഡ്രസ്സ് ഉണ്ട് അല്ലേ, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നമ്മുടെ അഡ്രസ്സിലേക്ക് കൊടുക്കുമ്പോഴല്ലേ നമുക്ക് ആ ലെറ്റർ വരുന്നത്. നമ്മുടെ അഡ്രസ്സിലേക്ക് നമ്മുടെ പേര് നമ്മുടെ അഡ്രസ്സിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ലെറ്റർ നമ്മുടെ അതിലേക്ക് വരും അല്ലേ. മെയിൽ ID കൊടുക്കുമ്പോൾ ഒക്കെ നമുക്ക് തന്നെ കിട്ടുക നമ്മുടെ അഡ്രസ്സ് വേറെയാണെങ്കിൽ അത് മാറിപ്പോവില്ലേ. അതേപോലെ തന്നെയാണ് കൺട്രോളറിനും എന്തുള്ളത്, അഡ്രസ്സിങ്സ് ഉള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മൈക്രോ കൺട്രോളറിൽ ഒരു അഡ്രസ്സിങ് മോഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്, രജിസ്റ്റർ അഡ്രസ്സിങ്, ഡയറക്റ്റ് അഡ്രസ്സിങ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്, അതുപോലെ എന്താണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ അഡ്രസ്സിങ് മോഡ്സും കേട്ടോ. അപ്പോൾ എന്തൊക്കെ അഡ്രസ്സിങ് മോഡ്സ് ഉണ്ട് നമ്മുടെ 8051 കൺട്രോളറിൽ, ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് ഉണ്ട്, രജിസ്റ്റർ അഡ്രസ്സിങ് ഉണ്ട്, ഡയറക്റ്റ് അഡ്രസ്സിങ് ഉണ്ട്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്, അതുപോലെ എന്താണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ്. 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 5 അഡ്രസ്സിങ് മോഡ്സും. അപ്പോൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് പേര് പോലെ തന്നെ എന്താണ്, പെട്ടെന്ന് ഡാറ്റ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നോക്കിയേ, ദ ഡാറ്റ ഈസ് പ്രൊവൈഡ് ആസ് എ പാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷനിൽ തന്നെ അതുണ്ടാവും. ആ അഡ്രസ്സിങ് മോഡിൽ എന്താണ് ഇൻസ്ട്രക്ഷനിൽ തന്നെ, അതായത് മൂവ് A#13H താഴത്തുള്ള എക്സാമ്പിൾ ഇല്ല, അതിൽ എന്തുണ്ട് ആ ഒരു അഡ്രസ്സിങ് കൊടുത്തിട്ടുണ്ട്. മൂവ് ചെയ്യൂ 30H എയിലേക്ക്, 30Hനെ എയിലേക്ക് മൂവ് ചെയ്യാൻ. അത് കൂടാതെ എന്താണ്, ഇൻ അതർ വേർഡ്സ് ഡാറ്റ ഇമ്മീഡിയറ്റ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ എന്നാണ്. അപ്പോൾ മൂവ് A#13H എന്ന് പറയുന്നത് എന്താണ്, ഇമ്മീഡിയറ്റ് ഡാറ്റ, പെട്ടെന്ന് തന്നെ 13H എന്ന ഡാറ്റ എന്താണ് എങ്ങോട്ട് മൂവ് ചെയ്യാണ്, A രജിസ്റ്ററിലേക്ക് അല്ലേ. ഇൻസ്ട്രക്ഷൻ ഈസ് മൂവ്ഡ് ടു ഏതിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്, A രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാൻ പറയാണ്. ആഡ് A#83 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാഷ് എന്ന് പറയുമ്പോൾ എന്താണ് 13H എന്ന പ്രൊവൈഡറിലായിട്ടുള്ള ഇതിലേക്ക് എന്ത് ചെയ്യാണ്, അത് ആഡ് ചെയ്തിട്ട് A രജിസ്റ്ററിലേക്ക് അത് കൊടുക്കാൻ പറയാണ്. അപ്പോൾ ഈ ഹാഷ് എന്ന സിമ്പിൾ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡാറ്റ ഇമ്മീഡിയറ്റിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ. അപ്പോൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ പെട്ടെന്ന് തന്നെ അല്ലേ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, ഡാറ്റ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, തിയറിയാണ് കേട്ടോ എല്ലാം.
ഇനി അടുത്തത് നോക്കിയാൽ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സിൽ എന്താണ് രജിസ്റ്റർ വിൽ ഹോൾഡ് ദ ഡാറ്റ. ആരാണ് ഡാറ്റേനെ ഹോൾഡ് ചെയ്ത് വെക്കുക? നമ്മൾ കൊടുക്കുന്ന ഡാറ്റേനെ രജിസ്റ്റർ വിൽ ഹോൾഡ് ദ ഡാറ്റയാണ്. അപ്പോൾ 1 of the 8 ജനറൽ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? R0 to R7 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കിയാൽ മൂവ് A, R0, അതായത് കണ്ടന്റ് ഓഫ് R0 രജിസ്റ്റർ. R0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രജിസ്റ്റർ ആണ് അല്ലേ? R0 രജിസ്റ്ററിലുള്ള കണ്ടന്റിനെ എങ്ങോട്ട് കോപ്പി ചെയ്യാണ്? അക്യുമുലേറ്ററിലേക്ക് അത് മൂവ് ചെയ്യാണ്. അതുകൂടാതെ നോക്കിയേ R0 രജിസ്റ്ററിലുള്ള കണ്ടന്റിനെ എന്താണ്? ആഡഡ് വിത്ത് അക്യുമുലേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ R0 to R7 വിൽ ബി സെലക്ടഡ് ഫ്രം ദ കറന്റ് സെലക്ഷൻ ഓഫ് രജിസ്റ്റർ ബാങ്ക്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഡീഫോൾട്ട് രജിസ്റ്റർ ബാങ്ക് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്റ്റർ വിൽ ഹോൾഡ് ദ ഡാറ്റ. അഡ്രസ്സിംഗ് മോഡലുള്ള രജിസ്റ്ററിന് എന്താണ്? രജിസ്റ്റർ ആണ് ഡാറ്റേനെ ഹോൾഡ് ചെയ്യുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് നോക്കുക. ഓക്കെ, നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്താണ് അത് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന 5 അഡ്രസ്സിംഗ് മോഡ്സ് നമ്മൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. എന്താണ് ഇമീഡിയറ്റ് എന്ന് പെട്ടെന്ന് തന്നെ എഴുതുക. ഒരു സെൻറ്റൻസിൽ എഴുതിയിട്ട് അതിനുള്ള എക്സാമ്പിൾ കൊടുക്കുക. അതുപോലെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണെങ്കിൽ എന്താണ്? അഡ്രസ്സിംഗ് മോഡ് ദാറ്റ് രജിസ്റ്റർ വിൽ ഹോൾഡ് ദ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശേഷം എന്താണ്? അതിനൊരു എക്സാമ്പിൾ കൊടുക്കുക. ക്ലിയർ ആയി കിട്ടും. അടുത്തത് എന്താണ്? ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് അഡ്രസ് മെമ്മറി ലൊക്കേഷൻ ഈസ് പ്രൊവൈഡ് ദ ഇൻസ്ട്രക്ഷൻ ഫോർ ഫെച്ച് ആൻഡ് ഓപ്പറേഷൻ. എന്താണ് ആ മോഡിൽ എന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഈസ് പ്രൊവൈഡ് ഇൻ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ദ ഓപ്പറൻറ്റ് ആണ്. അപ്പോൾ എന്താണ്? ഓൺലി ഇന്റേണൽ റാം അതുപോലെ SRF അഡ്രസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്? ഇന്റേണൽ റാമോ അല്ലെങ്കിൽ SFR ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഏതിലാണ്? ഇന്റേണൽ റാമും അല്ലെങ്കിൽ SFRസും. അതിന് എക്സാമ്പിൾ നോക്കിയേ മൂവ് A, 13H, അതായത് റാം അഡ്രസ് അല്ലേ? റാം അഡ്രസ്സിലുള്ള കണ്ടന്റ് അതായത് 30Hനെ എങ്ങോട്ട് കോപ്പി ചെയ്യാണ്? അക്യുമുലേറ്ററിലേക്ക് കോപ്പി ചെയ്യാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആണ് ഇത് കേട്ടോ. എന്താണ്? റാം അല്ലേ? കണ്ടന്റ് ഓഫ് റാം അഡ്രസ് 13Hനെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു? അക്യുമുലേറ്ററിലേക്ക് കോപ്പി ചെയ്തു. അതാണ് എന്താ? ഡയറക്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അടുത്തത് നോക്കിയേ ഇൻഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ഇൻഡയറക്ട്ലി പ്രൊവൈഡ് ബൈ എ രജിസ്റ്റർ ആയിരിക്കും. അതായത് മെമ്മറി ലൊക്കേഷൻ ഈസ് ഇൻഡയറക്ട്ലി പ്രൊവൈഡഡ് ബൈ ദ രജിസ്റ്റർ. ഇവിടുത്തെ മെമ്മറി ലൊക്കേഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. അതായത് ആൽഫ, നമ്മുടെ A സൈൻ നോക്കിയേ. A സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് രജിസ്റ്റർ ഹോൾഡ് ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ദാറ്റ് ഈസ് ഫെച്ച് ദ കണ്ടന്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഹൂസ് അഡ്രസ് ഈസ് സ്റ്റോർ ഇൻ എ രജിസ്റ്റർ. ഇതാണ് ഇതിനൊരു എക്സാമ്പിൾ. എല്ലാത്തിൻ്റെ എക്സാമ്പിൾ നോക്കിപ്പോണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് എന്താണ്? അഡ്രസ്സിംഗ് ഡാറ്റ ഫ്രം ലുക്കപ്പ് ടേബിൾ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി യൂസ്ഡ് ഫോർ ആക്സസിങ് ഡാറ്റ ഫ്രം ദ ലുക്കപ്പ് ടേബിൾ ആണ്. അപ്പോൾ നമ്മൾ നോക്കിയേ മൂവ് CA at DA plus DPTR. അതായത് C എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത്? കോഡാണ്. ഓക്കെ, C എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കോഡാണ്. അതായത് കണ്ടന്റ് ഓഫ് A രജിസ്റ്റർ ഈസ് ആഡഡ് വിത്ത് എ കണ്ടന്റ് ഓഫ് എന്താണ്? A രജിസ്റ്ററിലുള്ള കണ്ടന്റ് അല്ലേ? അതിൻ്റെ ആഡ് ചെയ്യുക. എന്തിൻ്റെ കൂടെ? DPTRൻ്റെ കൂടെ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആൻഡ് ദ റിസൾട്ടൻറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഫ്രം വേർ ദ ഡാറ്റ ഈസ് കോപ്പീഡ് ബൈ എ രജിസ്റ്റർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇനിയാണ് എന്ത് പറയുന്നത്? ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് എന്ന് പറയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളിൽ തന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡ് എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ? അപ്പോൾ 5 അഡ്രസ്സിംഗ് മോഡും നന്നായി പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 5 അഡ്രസ്സിംഗ് മോഡ്സും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8051. അതായത് 6 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട് ഒരു മൈക്രോ കൺട്രോളറിൽ. ഓർത്ത് വെക്കുക കേട്ടോ. പ്രൊസസ്സറും കൺട്രോളറും തമ്മിൽ മാറിപ്പോകരുത്. കുറേ നമ്മൾ എന്താണ് കൺഫ്യൂഷൻ ആവും. കാരണം മൈക്രോ പ്രൊസസ്സറിൽ ഇത്ര ഇൻസ്ട്രക്ഷൻ സെറ്റ്, അതിൻ്റെ ആർക്കിടെക്റ്റ് അങ്ങനെയുള്ള അതിലും അഡ്രസ്സിംഗ് മോഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ തനിയായി എഴുതിയിട്ട് തന്നെ അത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഓഫ് 8051 എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 6 ടൈപ്പാണ്. ഏതൊക്കെയാണ്? ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്തമെറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ, സബ് റൊട്ടീൻ ഇൻസ്ട്രക്ഷൻ, ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ. എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ട്? 6 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, എന്തൊക്കെയാണ്? അരിത്തമെറ്റിക്കൽ ഇൻസ്ട്രക്ഷനിൽ വരുന്നത്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, അതുപോലെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ, സബ് റൊട്ടീൻ ഇൻസ്ട്രക്ഷൻ, ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ. ഇത്രയും ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു തന്നെ പോകണം കേട്ടോ.
അപ്പോൾ ആദ്യം എന്താണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻസ്ട്രക്ഷൻ ദാറ്റ് പെർഫോം ഡാറ്റ ഓപ്പറേഷൻ, അതായത് നമ്മൾ മൂവ് ചെയ്യുക അല്ലേ, രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക, അതായത് മൂവ് എ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ RN to A. അതിന് എക്സാമ്പിൾ മൂവ് എ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ A to RN. അതുപോലെ ഇമീഡിയറ്റ് ആയി മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ എക്സാമ്പിൾ നോക്കി പോകണം കേട്ടോ. അതായത് ഒരു 8-bit ഡാറ്റ അല്ലെ, 8-bit ഡാറ്റ ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ. അതുകൂടാതെ എന്താണ് മെമ്മറിയിലെ കണ്ടന്റ് അല്ലേ, മൂവ് ദ കണ്ടന്റ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ ഓഫ് A or A to മെമ്മറി ലൊക്കേഷൻ യൂസിങ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് അല്ലേ. പിന്നെന്താ വരുന്നത്, മൂവ് ദ കണ്ടന്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ RN or R0 to a മെമ്മറി ലൊക്കേഷൻ യൂസിങ് ഡയറക്റ്റ് അഡ്രസ്സിംഗ്, അങ്ങനെയുള്ള കേസസ് ഒക്കെ. അതുപോലെ എന്താണ് പ്രോഗ്രാം ചെയ്യുന്നത്, അഡ്രസ്സിംഗ് യൂസിങ് മൂവ് എക്സ് ആൻഡ് മൂവ് വി വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്, നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ അല്ലേ. അതുപോലെ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, വേറൊരു മെമ്മറിയിലേക്ക് ഞാൻ ഇതിനകത്ത് കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. DPTRലേക്ക് മൂവ് ഡാറ്റ എക്സ്റ്റേണൽ RAM ലൊക്കേഷനിൽ നിന്ന് DPTRലേക്ക് മൂവ് ചെയ്യുന്നതൊക്കെ നോക്കി പോവാം കേട്ടോ. അതുകൂടാതെ തന്നെ അതിലെന്തുണ്ട്, പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ഇൻസ്ട്രക്ഷൻ, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൽ ഏതൊക്കെ കണ്ടന്റ് ആണ് വരുന്നതെന്ന് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നുള്ളൂ. അതുപോലെ ഡിജിറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. കാരണം ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി പോവുക കേട്ടോ. ഇനി അരിത്തമെറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ എടുക്കുമ്പോൾ നോക്കിയാൽ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ നമുക്കറിയാം. പേര് പോലെ തന്നെ എന്താണ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അരിത്തമെറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ പറയുക അല്ലേ. അഡീഷനിൽ എന്താ ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷനിലെ കണ്ടന്റ് അല്ലേ, കണ്ടന്റ് ആഡ് ചെയ്യുന്നത് അല്ലേ, ആഡ്. അതുപോലെ എന്താണ്, അത് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക, ക്യാരി അല്ലെങ്കിൽ വിത്തൗട്ട് ക്യാരി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അതാണ് നമ്മുടെ എന്താ അഡീഷൻ്റെ കേസിൽ വരുന്നത്. അതുപോലെ സബ്ട്രാക്ഷൻ്റെ കേസിൽ പറയുമ്പോൾ എന്താണ്, കണ്ടന്റ് അല്ലേ, അതായത് സബ്ട്രാക്ട് ദ കണ്ടന്റ് ഓഫ് A വിത്ത് ഇമീഡിയറ്റ് ഡാറ്റ വിത്ത് ക്യാരി ആവാം. അതല്ലെങ്കിൽ എന്താണ്, വിത്ത് രജിസ്റ്റർ RN വിത്ത് ക്യാരി, വിത്തൗട്ട് ക്യാരി ഒക്കെ ചെയ്യുന്നത് നമ്മൾ SUB ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ MUL അല്ലേ, രണ്ട് ഡാറ്റയിൽ എന്ത് ചെയ്യുക, അതായത് ഇൻസ്ട്രക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക 8-bit അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, സ്റ്റോർ ചെയ്യുകയാണ് A and Bയിലേക്ക്. എന്നിട്ട് എന്താണ്, ആ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് ലോവർ ബിറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യുക അക്യുമുലേറ്ററിലേക്ക്, ഹയർ ബിറ്റ് എങ്ങനെയാണ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻസും നോക്കി പോവേണ്ടതാണ് കേട്ടോ. പിന്നെ എന്താണ്, ഡിവിഷൻ എടുക്കുമ്പോൾ ഏത് ഇൻസ്ട്രക്ഷനാണ്, DIV ആണ് അല്ലേ. അതുപോലെ ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡീഷൻ ചോദിച്ചാൽ DAA ആണ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അത് ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നോക്കി പോകണം കേട്ടോ. അതുപോലെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് അല്ലേ, INC യൂസ് ചെയ്യാം. അതുപോലെ ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് DEC എന്ന ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, നമ്മുടെ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുകൂടാതെ റൊട്ടേഷൻ ഇൻസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ, RRA, RLA, RRCA, RLCA അതൊക്കെ എന്താണ്, റൊട്ടേഷൻ ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അടുത്തത് എന്താണ്, ബ്രാഞ്ച് അല്ലെങ്കിൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എന്താണ് ബ്രാഞ്ച് ജമ്പ് ഇൻസ്ട്രക്ഷൻ, അതിനകത്ത് 3 ടൈപ്പ് ഓഫ് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് റിലേറ്റീവ്ലി ജമ്പ്, ഷോർട്ട് അബ്സല്യൂട്ട് ജമ്പ്, ലോങ് അബ്സല്യൂട്ട് ജമ്പ് ഒക്കെ എന്നിൽ വരുന്നതാണ് നമ്മുടെ ബ്രാഞ്ച് അല്ലെങ്കിൽ ജമ്പ് ഇൻസ്ട്രക്ഷൻ കേട്ടോ. ബ്രാഞ്ച് അല്ലെങ്കിൽ എന്താണ് ജമ്പ് ഇൻസ്ട്രക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും നോക്കിയേ, അതിൽ സബ് റൊട്ടീൻ കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, നമുക്ക് കാൾ ചെയ്യാം അല്ലേ. അതായത് L കോൾ അഡ്രസ് 16-bit ആണ്, A കോൾ അഡ്രസ്, അതുപോലെ RET അതായത് സബ് റൊട്ടീനും കോൾ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത് പോലെയുള്ളതൊക്കെ. പിന്നെ 6-bit മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നന്നായി വായിച്ചു പോവുക. കാരണം ഓരോ ഇൻസ്ട്രക്ഷൻ സെറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അതെല്ലാം. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോന്ന് പറഞ്ഞു തരുന്നതെന്ന് മാത്രം. അതൊരു 8051 എത്രയുണ്ട്, 128-bit അഡ്രസ്സബിൾ മെമ്മറി ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് വരുന്ന ലോജിക്കൽ ഓർ ക്ലിയർ ബിറ്റ്, CPL ബിറ്റൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ എന്താണ് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഓർത്ത് വെക്കണം അല്ലേ. എന്തൊക്കെയാണ് ഒരു മൈക്രോ കൺട്രോളറിൽ വരുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഒരു മൈക്രോ കൺട്രോളറിന് എന്തൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എടുക്കുമ്പോൾ, ഏതൊക്കെ ടൈപ്പാണ് നോക്കി. ഇത്രയും കണ്ടന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, പക്ഷേ ഇത്രയും കണ്ടന്റ് ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മെയിൻ പോയിന്റുകൾ എഴുതണം, ഏതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നുള്ളത്. അതായത് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അരിത്തമെറ്റിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ബ്രാഞ്ച്
ഇൻസ്ട്രക്ഷൻ ഉണ്ട്, സബ് റൊട്ടീൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും എന്താണ് നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഒക്കെ അതിനകത്ത് എഴുതുക. എങ്ങനെയാണോ മാർക്ക് അല്ലേ, ഡിപ്പെൻഡിങ് അപ്പോൾ 9 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ കുറച്ച് ചെറിയ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ മാർക്കിനനുസരിച്ച് നമ്മൾ എന്താ എഴുതുക, കണ്ടന്റുകൾ കൂടി എഴുതുക. ഓക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ ഇൻസ്ട്രക്ഷൻ സെറ്റും ഓരോ ഇൻസ്ട്രക്ഷൻ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അരിത്തമെറ്റിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും അതുപോലെ ബ്രാഞ്ച് ഓഫ് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിലും അതെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓരോ ഇൻസ്ട്രക്ഷൻ സെറ്റും നന്നായി നോക്കി പോവുക, നന്നായി പഠിക്കുക. കാരണം എന്താണ്, നമുക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നന്നായി കണ്ടന്റുകൾ അതിനകത്ത് വരണം അല്ലേ, നന്നായി എഴുതി പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.